ഞാനൊരു കണക്ക് പരിശോധിക്കുന്നു. മുസ്ലിം ലീഗിന് ഏറ്റവും സവിശേഷമായി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി, ഈ കേരളം ഭരിക്കുന്ന പാർട്ടി, അവർക്ക് കേരളത്തിലുള്ളത് 7400 പഞ്ചായത്ത് മെമ്പർമാരാണ്. മുഴുവൻ എല്ലാം ചേർത്ത് CPM-ന് കേരളത്തിൽ 7400 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അപ്പൊ CPM കേരളത്തിൽ ആകെ എത്ര വാർഡുകളിൽ മത്സരിച്ചു? ഏതാണ്ട് 16,500 എന്ന്. അപ്പൊ CPM-ന്റെ വിജയ ശതമാനം 48. കോൺഗ്രസിന് 7,600 ഉണ്ട്. കോൺഗ്രസ് 16,000 സീറ്റുകളിൽ മത്സരിച്ചു. കോൺഗ്രസിന്റെ വിജയ ശതമാനം 49. മുസ്ലിം ലീഗിന് 3,300. 7,400 CPM-നേക്കാൾ 7,500 UDF-ലെ ഘടകകക്ഷിയായ നമ്മളുടെ സഹോദര പ്രസ്ഥാനമായ കോൺഗ്രസിനേക്കാൾ 4,000 സീറ്റ് കുറവാണ് ആൾക്ക് മുസ്ലിം ലീഗിന്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ലീഗ് കേരളത്തിൽ ആകെ മത്സരിച്ചത് 4,000-ൽ താഴെ സീറ്റുകളാണ്. എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫീൽഡിലേക്ക് പാണക്കാട്ടെ തങ്ങളുടെ പാർട്ടി 10 പേരെ പറഞ്ഞയച്ചെങ്കിൽ അവർ 8 പേരും വിജയിച്ചു കയറിയ 80% സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച വിജയ ശതമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷേ കേരളത്തിൽ ഉടനീളമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതൃത്വം ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, ഈ വിജയാരവങ്ങൾ, ഈ വിജയാഘോഷങ്ങൾ അത് ഏറ്റവും ആവേശത്തോടെ ആഘോഷിക്കാൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അവകാശമുള്ളപ്പോൾ തന്നെ അരനാഴിക നേരം ഈ ആവേശത്തിൽ മതിമറന്നു പോവാൻ, ആലസ്യത്തിലാവാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് കേരളത്തിൽ നിങ്ങൾക്ക് അവകാശമില്ല എന്നതാണ്. നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിക്കുന്ന ഈ രാത്രി അവസാനിച്ചാൽ നാളെ നേരം പുലർന്നാൽ ഈ വാർഡ് പിടിക്കാൻ, ഈ പഞ്ചായത്ത് പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ കാണിച്ച അതേ ആവേശത്തോടെ, അതേ ജാഗ്രതയോടെ നിങ്ങൾ 100 ദിവസങ്ങൾക്കപ്പുറത്ത് നടക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണം എന്നാണ്